ചെമ്പനീർ പൂവ് സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചന്ദ്രോദയത്തില് നല്ലൊരു ആഘോഷം നടന്നതേ ഉള്ളൂ. ബർത്ത്ഡേക്ക് എല്ലാ ചിലവും സച്ചിയുടെയും രേവതിയുടെയും വകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാളും ഭയങ്കര ഒരു ആർഭാട രൂപത്തിൽ തന്നെയാണ് ആ ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ നടത്തിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് വരികയാണ് മീര വരുന്നത്. ശ്രുതി എന്തായാലും വിചാരിക്കുക ഒരു ഗിഫ്റ്റ് കൊടുത്തയക്കാം, അതൊരു സ്വർണമാവാം. സ്വർണവും അതുപോലെ തന്നെയാണ് സാരിയൊക്കെയാ ഭയങ്കര ഇഷ്ടം ചന്ദ്രയ്ക്ക്. അതുകൊണ്ട് തന്നെയാണ് ഇത് കാണുമ്പോൾ കണ്ണ് മഞ്ഞളിച്ച് എന്ത് വെച്ചാലും എടുത്ത് ഞാൻ കൊടുത്തു വിട്ടെന്ന് അറിയുമ്പോഴത്തേക്ക് എന്നെ തിരിച്ചു വിളിച്ചാലോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മീര പറയുന്നുണ്ട്, വേണ്ട, ഞാൻ ഇതിനൊന്നും പോകുന്നില്ല. അവസാനം എനിക്കിട്ട് അടി കിട്ടേണ്ട ഒരു പരിപാടി നീ കാണിക്കുന്നേ എന്നൊക്കെ പറയുന്നുണ്ട്. അതൊന്നും കുഴപ്പമില്ല, സ്വർണം കണ്ടു കഴിഞ്ഞാൽ വാരിക്കോരി എടുക്കില്ലേ, നീ എന്തിനാ പേടിക്കുന്നത്, ഞാൻ തന്നയച്ചെന്ന് പറഞ്ഞാ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മാല ഏൽപ്പിച്ച് കൊണ്ടു കൊടുക്കാൻ പോവുക. ആ സമയത്ത് ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെയാണ് എല്ലാവരും ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഇരിക്കുന്ന സമയത്ത് കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് മീര. ആ സമയത്ത് എന്താ നീ എവിടെ എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുത്തുന്നുണ്ട് ചന്ദ്ര. അപ്പോഴത്തേക്കും പറയുക, ഞാൻ വന്നത് ഒരു ഗിഫ്റ്റ് തരാനാ, എന്നെ തരാൻ വേണ്ടി ഏൽപ്പിച്ചു. ആര്? അത് ഇവിടത്തെ നിങ്ങളെ മരുമോള് തന്നെയാ. എന്റെ മരുമോളോ? അതാരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ശ്രുതിയാ. ആ സമയത്ത് ശ്രുതിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ആണോ, എങ്കിൽ ഇനി കൊണ്ടുപോവാ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. നീ ആരാടാ? അവളെ നീ ഇതുവരെ മറന്നില്ല, എങ്കിൽ നീ ഇവിടെ വിട്ടു പോയിക്കോണം അവളെ കൂടെ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ശ്രുതി മിണ്ടാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ബർത്ത്ഡേക്ക് കഴിഞ്ഞുള്ള ആ സമയത്ത് സച്ചി പറയുക രേവതിയുടെ അടുത്ത്, എന്തായാലും നീ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ? അമ്മയാണെങ്കിൽ കേക്ക് മുറിച്ച ഉടനെ നമുക്ക് ആ ഓരോ കഷ്ണം തന്നത് നിനക്കും എനിക്കും ഒരു സ്നേഹം ചെറുതായിട്ട് അമ്മയ്ക്ക് ഞങ്ങളുടെ തുടങ്ങിയോന്നൊരു സംശയം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് എനിക്കും തോന്നിയതാ, അല്ലെങ്കിൽ എന്നെ അംഗീകരിക്കാത്ത അമ്മ ഇപ്പോൾ എന്താ ഒരു മാറ്റം, എനിക്കത് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് സച്ചിയുടെ അടുത്ത്. ആ സമയത്ത് തന്നെയാണ് ആ മീരയുടെ പ്രശ്നം നടക്കുമ്പോഴത്തേക്കും സച്ചി വന്ന് ഇടപെടുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ആ ശ്രുതിയില് ഒരു കാര്യങ്ങളും ഇവിടെ കേൾക്കുകയും വേണ്ട ആർക്ക്, അതുപോലെ തന്നെ ആർക്കും ഇവിടുത്തെ ഒരു സമ്മാനവും വേണ്ട. ഇവിടുത്തെ എല്ലാവരും അമ്മയ്ക്ക് സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഇനി പുറത്തുനിന്നുള്ള ഒരു സമ്മാനവും അമ്മ സ്വീകരിക്കുന്നതല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് മക്കളായ ഞങ്ങളില്ലേ കൊടുക്കാൻ, നീ ആരാ ഇവിടെ ഒന്ന് ഗിഫ്റ്റ് കൊടുക്കാൻ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടതും ഉടനെ തന്നെ ശ്രുതി പറയുക, നീ എന്താ ബർത്ത്ഡേക്ക് ഒരാൾ വരുമ്പോഴത്തേക്ക് ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് ശ്രുതി കൊടുത്തയച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും ഉടനെ തന്നെ ചന്ദ്ര പറയുക, നിനക്കെന്താ ഇപ്പോഴും ആ ശ്രുതിയുടെ പോണെന്നാണോ? എങ്കിൽ നീ ഇന്ന് എന്നെ ഇവിടെ നിന്ന് ഇറങ്ങിക്കോ. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവളെ പേരിവിടെ ശബ്ദിച്ചു പോകരുതെന്ന്. നീ വാങ്ങിച്ചു വെച്ചതല്ലേ, നീ ഇത് ഇന്നാളെ തന്നെ അവളെ കൊണ്ടങ്ങ് ഏൽപ്പിച്ചോണം. എനിക്ക് അവളെ ഗിഫ്റ്റും വേണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മീര ജീവന് കൊണ്ട് ഓടിയതുപോലെ പെട്ടെന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഓട്ടിച്ച് വിട്ടു ചന്ദ്ര. അങ്ങനെ പോയി പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്, ഞാൻ അവിടെ പോകണ്ടല്ലായിരുന്നു, നീയാ എന്നെ ഓടിച്ചു വിട്ടത്, എന്നെ നാണം കെടുത്തിയില്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് കുഴപ്പമെന്താ, ഇനി ഒരു കാര്യം കൂടി നീ ചെയ്യണം. ആ ശ്രുതി എന്റെ വശത്ത് നിന്നാൽ എല്ലാം ജയിച്ചു തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് മീര പറയുന്നുണ്ട്, അവനൊരു മണ്ടൻ തന്നെയാ, ഇപ്പോഴും നിന്നെ സപ്പോർട്ട് ചെയ്യണ ഒരേ ഒരാള് ആ വീട്ടിലുള്ളത് അവനാ. എന്തായാലും അവനെ വെച്ചാ എന്റെ കളി എത്രയും നടക്കാൻ പോകുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ശ്രുതി. ഇത് കേട്ടത് മീര പറയുന്നുണ്ട്, അത് ശരി തന്നെയാ, ചിലപ്പം അത് വല്ലതും നടക്കും. എന്താ വെച്ചാലും അവൻ ഒരു മണ്ടനായതുകൊണ്ട് കൊള്ളാം നിനക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അവനെ അങ്ങ് തീരെ മണ്ടനൊന്നും ആക്കിയെന്ന് വേണ്ട, അമ്മയുടെ അതേപടി കേൾക്കുന്ന ഒരു മോൻ കൂടെയാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ശരി തന്നെയാ, നമുക്ക് നോക്കാം ഇനി എന്താവോ ഒന്ന്. അങ്ങനെ ചന്ദ്ര കിടന്ന് ബഹളം വെക്കുന്നുണ്ട്. നിന്റെ അടുത്ത് ആരാ പറഞ്ഞ് ഈ ഗിഫ്റ്റ് വാങ്ങിച്ചു വെക്കാൻ? ഞാൻ വേണ്ടെന്ന് പറഞ്ഞിട്ട് നീ വാങ്ങാൻ നീ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് അമ്മയ്ക്ക് തന്ന ഗിഫ്റ്റ് അല്ലേ, അത് ശ്രുതി കൊടുത്തയച്ചത്, അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചു വെച്ചത്. ഇപ്പോൾ തന്നെ നല്ലൊരു ബർത്ത്ഡേ സർപ്രൈസ് എല്ലാവരുമായിട്ട് എനിക്ക് തന്നു. അത് ആര് തന്നിരുന്നാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. അത് ആരാ എനിക്ക് ഇത്രത്തോളം നല്ലൊരു ബർത്ത്ഡേ ഒരു ഫംഗ്ഷൻ അറേഞ്ച് ചെയ്തെന്ന് എനിക്കറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സച്ചിയും രേവതിയും പരസ്പരം നോക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇന്ന് ഞാൻ എല്ലായിടത്തും രാവിലെ ഞാൻ പറഞ്ഞതാ,
ഈ ബർത്ത്ഡേ ആർക്കാ അറിയാനുള്ളതെന്ന്. പക്ഷേ നിനക്ക് പോലും അറിയില്ലായിരുന്നു എൻ്റെ ബർത്ത്ഡേ എന്ന്. പക്ഷേ ഞാൻ പോലും അറിയാതെ രാവിലെ ക്ഷേത്രത്തിൽ പോയി എൻ്റെ പേരിൽ പൂജയൊക്കെ കഴിപ്പിച്ചതാരാ? സച്ചിയും രേവതിയും. അവർക്കുള്ള സ്നേഹം പോലും ഈ ഇരിക്കുന്ന നിങ്ങൾക്ക് ആർക്കുമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് എല്ലാവരും പറയുക, അത് ശരി തന്നെയാ, സച്ചി ഓർമ്മിച്ചിരുന്നു, അത് ഞങ്ങൾക്ക് മറക്കാൻ പറ്റുമോ ഞങ്ങളുടെ അമ്മയുടെ ബർത്ത്ഡേ എന്നൊക്കെ സച്ചി പറയുകയും ചെയ്യുന്നുണ്ട്. ശ്രുതിയുടെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ ഞാൻ വിളിച്ച് അവളുടെ അടുത്ത് പറഞ്ഞേക്കാം. ഇനി എൻ്റെ മോനെ വിളിക്കുകയോ ശല്യം ചെയ്യുകയോ ഇങ്ങോട്ട് ആരും പറഞ്ഞേക്കുകയോ ചെയ്യില്ലെന്ന് എന്നൊക്കെ ചന്ദ്ര പറഞ്ഞിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അങ്ങനെ ആ മാലയും കൊണ്ട് ശ്രുതിയും അകത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് റോമിയത് ചിന്തിക്കുക, എന്തായാലും ഈ മാല നല്ലത് കൊള്ളാലോ, എന്തായാലും നല്ല തൂക്കമുണ്ട്, നല്ല വിലയും കിട്ടുകയും ചെയ്യും ഈ സ്വർണ്ണ വിലയിൽ. ഞാനൊരു കാര്യം ചെയ്യും, നാളെ തന്നെ കൊണ്ടുപോയി ഇതിനെ ഞാൻ വിൽക്കുകയോ പണയം വയ്ക്കുകയോ എന്തോ ചെയ്യും. അതിനേക്കാളും പണയം വയ്ക്കാം, പണയം വെച്ചിട്ട് എനിക്കൊരു 1.5 ലക്ഷം രൂപ എനിക്ക് എടുക്കാം എന്നൊക്കെ ശ്രുതി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ രാവിലെ തന്നെ ശ്രുതി ഇറങ്ങുന്നുണ്ട്. പോകുന്ന സമയത്ത് ചോദിക്കുക, ആ ഗിഫ്റ്റാണോ നീ കൊണ്ടു കൊടുക്കുന്നത്? ആ നല്ല കാര്യം, കൊണ്ടു കൊടുക്ക്, അവളുടെ അടുത്ത് ഇനി പറഞ്ഞേക്കണം ഇനി ഇവിടെ ആരും ശല്യം ചെയ്യാൻ വന്നു പോവില്ലെന്ന്. ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു പണയക്കടയിൽ കയറുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് പണയം വെക്കണം, 1.5 ലക്ഷം രൂപയുടെ അത്യാവശ്യമുണ്ട് എന്നൊക്കെ അയാളടുത്ത് പറയുന്നുണ്ട്. അയാൾ ആ സമയത്ത് ഈ സ്വർണം കണ്ടിട്ട് ഒരു സംശയം തോന്നുകയും ഉടനെ തന്നെ ഉരച്ച് നോക്കുകയും ചെയ്യുന്നുണ്ട്. ആ ഉരച്ച് നോക്കിയപ്പോഴത്തേക്ക് അറിഞ്ഞ് അത് സ്വർണ്ണമല്ല എന്ന്. അങ്ങനെ ഉടനെ തന്നെയാണ് ശ്രുതി അറിയാതെ തന്നെ പോലീസിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് വന്ന് ശ്രുതിയെ ആണെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യുക, ഇത് എവിടെ നിന്ന് കിട്ടിയതായി മാല? അത് എൻ്റെ ഭാര്യ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുത്തതാ, അത് കള്ളം പറയാൻ നിനക്ക് പറ്റില്ല, ആരാ നിനക്ക് തന്നത് എന്നൊക്കെ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. ഞാൻ സത്യം പറഞ്ഞ് അല്ലെങ്കിൽ വീട്ടിലേക്കൊന്ന് വിളിച്ച് ചോദിക്കണം എന്നൊക്കെ പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, ഞാൻ തീരുമാനിക്കും, ആരൊക്കെയാണോ ഇതിൽ ഇടപെട്ടിട്ടുള്ളത് എല്ലാവരും ഞാൻ ഇവിടെ വിളിപ്പിക്കും എന്നൊക്കെ പോലീസ് പറയുന്നുണ്ട്. അത് വേറെ ആരുമല്ല, എൻ്റെ ഭാര്യ ശ്രുതി തന്നെയാണ്, എന്തായാലും അവളെ വിളിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിപ്പിക്കുക. ആ സമയത്ത് ശ്രുതിയാണെങ്കിൽ പറയുക, ഞാനിത് ആർക്കും കൊടുത്തിട്ടില്ല, കള്ളം പറയുക, നീ എന്നെ കള്ളം പറഞ്ഞ് എന്നെ കള്ളനാക്കുമെന്നോടി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് വീട്ടിലേക്ക് വിളിച്ച് സച്ചിയും അതുപോലെ തന്നെ അമ്മയും വരുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും വന്ന് അവരുടെ അടുത്ത് പറയുക, ഇന്നലെ ബർത്ത്ഡേ ഫംഗ്ഷനിൽ ഒരു കൂട്ടുകാരിയിൽ കൊടുത്തയച്ചത് എവളാ, അങ്ങനെ ഇവൻ പണയം വയ്ക്കാൻ കൊണ്ടുവന്നതായിരിക്കും. ഞാൻ പറഞ്ഞു കൊണ്ട് അവൾക്ക് കൊടുക്കാൻ പറഞ്ഞതാ, പക്ഷേ ഇവൻ കൊണ്ട് ഇവിടെ പണയം വയ്ക്കാൻ വന്നു, അതാ ചെയ്ത തെറ്റ്, എന്തായാലും സാറൊന്ന് ക്ഷമിക്കണം എന്നൊക്കെ ചന്ദ്ര വന്ന് പറയുന്നുണ്ട്. ഇത് കേട്ടത് ഉടനെ തന്നെ നോക്കുന്നുണ്ട് സച്ചിയുടെ മുഖത്തേക്ക് ശ്രുതി. എന്തായാലും യവനാണെങ്കിൽ എല്ലാ തരത്തിലും യവനാ വന്ന് അലങ്കോലമായിട്ട് നിൽക്കുന്ന എനിക്ക് തടസ്സമായിട്ട് എന്നൊക്കെ ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് പോലീസ് പറയുക, എവളാണോ ഇതൊക്കെ ചെയ്തത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയും ആ വീട്ടിൽ കയറി പറ്റണമെന്നായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉടനെ തന്നെ പണയം വിൽക്കുകയോ ഒന്നും ചെയ്തെന്ന് വിചാരിച്ചില്ല, ഞാൻ ചെയ്ത തെറ്റാ, എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിന് ക്ഷമയൊന്നുമില്ല, ഞാൻ കേസെടുക്കും, എന്തായാലും ഒരിക്കലും ഞാൻ ഇനി ആ വീട്ടിലെ അവളെ കയറ്റില്ല, അത്രയ്ക്ക് കള്ളത്തരം പറഞ്ഞിട്ടാ എൻ്റെ വീട്ടിലേക്ക് വന്നത്, ഇനി ഞാൻ ഒരിക്കലും എൻ്റെ വീട്ടിൽ സ്ഥാനമില്ല എൻ്റെ മകൻ്റെ ജീവിതത്തിലും, അത് ഞാൻ തീരുമാനിച്ചതാ. പിന്നെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും വലിഞ്ഞു കയറി വന്നോളും ഇവള്, സാർ ഇത് കേസെടുക്കണം എന്നൊക്കെ ചന്ദ്ര പറയുന്നുണ്ട്. ബർത്ത്ഡേ ഫംഗ്ഷന് തനിക്കും അതുപോലെ തന്നെ രേവതിക്കും ഉണ്ടായ ആ ഒരു സ്നേഹമായിട്ടുള്ള അമ്മയുടെ പെരുമാറ്റം കണ്ട് ഭയങ്കര സന്തോഷമാവുകയും അതുപോലെ തന്നെ രേവതിയുടെ അടുത്ത് പറഞ്ഞിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് സച്ചി. ഞാനിന്ന് താമസിച്ചേ വരുള്ളൂ, എനിക്കിന്ന് സന്തോഷമുള്ള ദിവസമാണ്, എൻ്റെ അമ്മ എൻ്റെ അടുത്ത് ഇന്നെങ്കിലും ഇത്തിരിയെങ്കിലും ഒരു സ്നേഹം ഉണ്ടെന്ന് എനിക്ക് തോന്നിയ ദിവസമായത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അങ്ങനെ പോയിട്ട് വരുന്നത് പക്ഷേ മദ്യപിച്ചിട്ടാണ് വരുന്നത്, നടക്കാൻ പോലും വയ്യ, പക്ഷേ എന്തൊക്കെയോ പറയുന്നതെല്ലാം അമ്മയെക്കുറിച്ചായിരുന്നു. എന്നാൽ ഇതെല്ലാം കേട്ട് രേവതി കുട്ടിയാണെങ്കിൽ സങ്കടത്തിൽ നോക്കി നിൽക്കുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ വന്നിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ആ സമയത്ത് വന്ന ഉടനെ തന്നെ ചന്ദ്ര അടുത്ത് പോകുന്നുണ്ട്. എൻ്റെ അമ്മ, സുന്ദരി അമ്മ, എനിക്ക് എൻ്റെ അമ്മയെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ അമ്മയാ ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വലുത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടത്തിൽ വന്ന് നിന്നിട്ട് കവിളിലൊക്കെ പിടിക്കുന്നുണ്ട് ചന്ദ്രയുടെ. സച്ചിയുടെ ഈ ഒരു മാറ്റവും അതുപോലെ പെരുമാറ്റവും ഈ അവന് സ്നേഹത്തോട് എൻ്റെ സ്നേഹം അവന് ആവശ്യമാണെന്ന് തോന്നുകയും അവൻ തിരിച്ചറിയുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സച്ചിയാണെങ്കിൽ തല വെച്ച് കിടക്കുന്നുണ്ട് മടിയിൽ ചന്ദ്രയുടെ. എന്നിട്ട് പതുക്കിയെന്ന്
തലോടി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടിട്ട് രേവതിക്കുട്ടിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഈ രീതിയിൽ വന്നത് കണ്ടിട്ട് സങ്കടവും തോന്നുന്നുണ്ട്. കാര്യങ്ങളെല്ലാം ഒളിച്ചു നിന്ന് കേട്ടത് കൊണ്ട് തന്നെയാണ് ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ സച്ചിയെയും രേവതിയെയും ചേർത്ത് പിടിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നുണ്ട് ചന്ദ്രോദയത്തില് ചന്ദ്ര.